ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ കപ്പൽ ആടി ഉലയുകയില്ല. തൽക്കാലം ജനമത തള്ളി കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ക്യാപ്റ്റന് വേണമെങ്കിൽ അല്പം വിശ്രമിക്കാം, അല്ലെങ്കിൽ അവധിയെടുക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ LDF നല്ല ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. അങ്ങനെ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് LDFന് ഉണ്ടായിട്ടുള്ളത്. തദ്ദേശ ഫലം വന്നതോടെ പിണറായി വിജയൻ ഉച്ചയൂണ് ഉപേക്ഷിച്ചു പാൽക്കഞ്ഞിയാക്കി എന്നാണ് കേട്ടത്. അതും കമലേട്ടത്തിൽ വളരെ നിർബന്ധിച്ച് കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് ആവർത്തി ചോദിച്ചതുകൊണ്ട് മാത്രം. ഗോവിന്ദൻ 2 ചൊറിയൻ ചേമ്പ പുഴുങ്ങി ചൂടോടെ അങ്ങ് തട്ടി. വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ബേബി സാർ അവധൂതനെ പോലെ തോൾസഞ്ചിയും തൂക്കി എവിടെയോ അലയുകയാണ് സുഹൃത്തുക്കളെ. മാധ്യമങ്ങൾ ഉച്ച മുതലേ AKG സെന്ററിന്റെ മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. ഒരൊറ്റ തല പോലും പുറത്ത് കാണാനേ ഇല്ല. അല്ല, അങ്ങനെ ഒരു അപ്രതീക്ഷിതം ഞാൻ പറയേണ്ട പ്രയോഗം വേണ്ടല്ലോ. അപ്രതീക്ഷിതമായ പരാജയമാണ് സംഭവിച്ചത് എന്നത് ഉറപ്പിച്ച് പറഞ്ഞല്ലോ. ആദ്യമേ നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ അറിയോ? തോറ്റു എന്ന് CPM ഒന്ന് ബോധ്യപ്പെടുത്താനാണ് നമുക്ക് വലിയ പാടാണ്. താത്വികമായ വിശകലനം ചെയ്ത് തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചെന്ന് വേണേ സമർത്ഥിക്കാം. അതൊന്നും അല്ലല്ലോ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ. AKG സെന്റർ ഇരിക്കുന്ന വാർഡിൽ പോലും പാർട്ടി തോറ്റു തുന്നം പാടി. 6 നിലകളിൽ ഈ സെന്റർ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് ഒരുത്തനും സുഖിക്കുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റിന് പരാജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ പരാജയമാണെന്നോ വിജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ വിജയമാണോ എന്ന ഒരു തെറ്റിദ്ധാരണയുള്ളവരല്ല ഞങ്ങള്. ഈ സംബന്ധിച്ച് വിശദമായ പരിശോധന എല്ലാ തരത്തിലും നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിലും വമ്പിച്ച തിരിച്ചടിയേറ്റാൻ തുടങ്ങും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയ സമീപനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ വർഗ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വഭാവ മഹിമയിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിന് എന്തെങ്കിലും ഊനം സംഭവിക്കുമെന്നോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗത്തിലാണ് താമസിക്കുന്നത്. കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച് പാർട്ടിക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെന്ന് വിചാരിക്കും. പാർട്ടിക്ക് യാതൊരു ആശങ്കയും ഇല്ല എന്ന് മാത്രമല്ല, പാർട്ടി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതൊരു പരാജയമല്ല, യഥാർത്ഥത്തിൽ വിജയമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ജനങ്ങൾ CPMന്റെ തൊലി ഉരിക്കുകയാണല്ലോ ഉത്തമ. നമ്മൾ എന്തെല്ലാം ഈ പാവങ്ങൾക്ക് കൊടുത്തു. ഗവൺമെന്റിന്റെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമായിരുന്നില്ലേ? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. പിന്നല്ലാതെ ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മാമാ മണിയാശാൻ പറഞ്ഞത് എത്രയോ സത്യമാണ്. നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാം മേടിച്ചു ഭക്ഷിച്ചിട്ട് നന്ദികേട് കാണിച്ചില്ലേ ജനം എന്ന് പറഞ്ഞാൽ MM മണിയുടെ തന്തയുടെ വകയാണോ? നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഇതുമായിട്ട് പിറപ്പ് പണിയെന്ന് പറയും. MM മണിയുടെ തന്തയുടെ വകയാണോ? സത്യത്തിൽ ജനങ്ങളെ അപമാനിക്കുകയായിരുന്നില്ലേ? കേരളത്തിലെ ജനങ്ങൾ ഇതുപോലെ അപമാനിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സർക്കാരിന്റെ ഔദാര്യമാണോ? ഇവരെല്ലാം അവരുടെ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുക്കുന്ന പോലെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തൊരു അപമാനകരമായ പ്രസ്താവന! കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചല്ലേ? മുഖ്യമന്ത്രിയാണ് ഇതിന് സമാധാനം പറയേണ്ടത്. ആ നാടിന്റെ ശൈലി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കടന്നു വരാറുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളെ പർവ്വതീകരിച്ച് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. അതിന്റെ പേര് ഇതുമായിട്ട് പിറപ്പ് പണിയെന്ന് പറയും. ഇവന്മാർക്ക് എന്തിന്റെ കുറവായിരുന്നു? ഖജനാവിൽ കാശില്ലാഞ്ഞിട്ട് ഇടുക്കി കുഞ്ചിത്തണ്ണിയിലെ മണിയുടെ വീടിന്റെ അടിയാധാരം കൊണ്ടുപോയി കേരള ബാങ്കിൽ പണയം വെച്ചും
പിണറായി വിജയന്റെ മുണ്ടകപ്പാടത്തെ ആയിരപ്പറ നെല്ല് അരിക്കച്ചവടക്കാർക്ക് കൊടുത്തുമല്ലേ നമ്മൾ പെൻഷൻ കടം തീർത്തത്. എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത്രേ കണ്ടു. അത് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് വേറൊരു വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹത്തിന്റെ ഒരു സാധാരണ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ പറഞ്ഞതായി കണ്ടാൽ മതി. സംഗതി അയാൾക്കൊരുത്താക്കരുത്. മണിയുടെ കുടുംബത്തൊത്തല്ലല്ലോ, മണിയുടെ കുടുംബത്തൊക്കെ എടുത്തല്ലോ ഇന്റർവ്യൂ കൊടുത്തത്. രാഷ്ട്രീയ നിലപാടുകൾ പറയുമ്പോൾ ഇടതുപക്ഷത്തെ എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്ന ഭാഷയും ഉപയോഗിക്കുന്ന വാക്കും എല്ലാം അത്തരമറിയവയാണ്. ജനങ്ങളെ മാനിച്ചുകൊണ്ടേ പറയാവൂ. അത് ബുദ്ധി ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. അല്ല, അങ്ങനെയൊക്കെ പരാമർശം നടത്തുന്നത് തോൽവിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പരാമർശമായിട്ട് കാണുക, അല്ലാതെ അത് അങ്ങനെ ആവണമെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ. പെൻഷൻ കൊടുക്കണ്ടെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല, അത് നടപ്പില്ല. ഇവരുടെ മനോഭാവം എന്താണ്? ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും അവരുടെ അവകാശമായിട്ട് കൊടുക്കുന്ന ഒരു പെൻഷൻ അത് വാങ്ങി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന ഒരു മനോഭാവത്തെ ഇവർ കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ്. എന്നെ കള്ളനെന്ന് വിളിക്കരുത്. ഇത്രയും കള്ളക്കളി കളിച്ചിട്ട് കള്ളനല്ലെന്നോ? അതിലിപ്പോ എം എം മണി അക്കാര്യത്തിൽ സത്യസന്ധനായതുകൊണ്ട് ഉള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എം എം മണിയുടെ ശൈലിയിൽ എം എം മണി പറഞ്ഞതാണ്. അത് എം എം മണി അങ്ങനെ പറയാൻ വേണ്ടി പാടില്ലേ. ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവരുദ്ദേശിക്കുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ പെൻഷൻ കൊടുത്താൽ വോട്ട് കിട്ടിക്കൊള്ളണം, ഇല്ലെങ്കിൽ നിങ്ങൾ നന്ദികേടാ കാണിക്കുന്ന പറയുന്നത്. ഇതിനപ്പുറം ഞാനെന്ത് പറയാനാ? അത് ഞാൻ കേട്ടു. അത് തികച്ചും അനുചിതമായ ഒരു പ്രസ്താവനയാണ്. എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു പിശകാണ്. അദ്ദേഹം തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. എം എ ബേബി തല്ലി പറഞ്ഞിട്ടില്ലേ? എം എ ബേബി പറഞ്ഞ നിലപാടാ പാർട്ടിയുടെ നിലപാട്. എന്നോട് ആരും ആവശ്യപ്പെട്ടൊന്നുമില്ല, ആരും വിളിച്ചൊന്നുമില്ല. എന്നാലും പറയുക. പിന്നെ ഞാനെന്തിനാ ആശാനെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇവൻ ആള് ജഗജാല കില്ലാടിയല്ലേ. അദ്ദേഹം പറഞ്ഞ എന്താ, ഞങ്ങൾ ഇങ്ങനെ നായിക്ക് കൊടുക്കുന്നത് പോലെ ഇത് കൊടുക്കുന്നു എന്നുള്ള മട്ടിലല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ നിങ്ങൾ. അവര് അവരുടെ വീട്ടിൽ നിന്നല്ല ഔദാര്യം കൊടുക്കുന്നത്. ഞാനൊരു പാവം മനുഷ്യനാ. അങ്ങനെയൊന്നും എം എം മണി പറഞ്ഞ് ഞാൻ കേട്ടതാണ്. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചു ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എം എം മണിയുടെ ശൈലിയിൽ എം എം മണി പറഞ്ഞതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തനി സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് സഹായിച്ചു. അവരുദ്ദേശിക്കുന്നത് ഇത് തന്നെയാണെന്നുള്ള തെളിവല്ലേ അത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കാത്ത ഒരു ഫലമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. മലപ്പുറം ജില്ലയിലെ വോട്ട് പരിശോധിച്ച് നോക്കിയപ്പോ 10 ലക്ഷം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ഇവിടെ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാണ്? ഈ പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രമാണ് വർഗീയത സംസാരിക്കുന്നത്. ഒരുമാതിരി കണ്ണി ചോരലെ വർത്താനം പറയടേ. കഷ്ടപ്പാട് എനിക്കുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും താരതമ്യേന നല്ല വോട്ട് നേടാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പ്രദേശത്തിന്റെയും പേരിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചിന്തകൾ ഉണ്ടാക്കി ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും. സമാധാനപരമായ ഒരു സാഹചര്യം നിൽക്കുന്ന ഈ കേരള സമൂഹത്തിനകത്ത് വിഷത്തിന്റെ വിത്താണ് ഇവിടെ പാകി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം അവർ നേടിയിട്ടുള്ളത്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. LDF-നെ പരാജയപ്പെടുത്താൻ BJP വോട്ടുകൾ UDF-നും തിരിച്ച് UDF വോട്ടുകൾ BJP-ക്കും ലഭിച്ച നിരവധി സംഭവങ്ങൾ. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. താൽക്കാലികമായ ഒരു തിരിച്ചടി ആണ് ഉണ്ടായിട്ടുള്ളത്. അതുതന്നെ ഈ ജന്മി മുതലാളി പൗരോഹിത്യ കൂട്ടുകെട്ടിന്റെ കോൺഗ്രസ് BJP തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ സഖ്യത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണെന്നാണ് പാർട്ടി വിചാരിക്കുന്നത്. ഇപ്പോഴും വാ തുറന്നാൽ പാർട്ടിയുടെ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഈ വർഗീയത മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന അവരുടെ ആ ദുരുദ്ദേശം കേരളത്തിലെ മതേതര സമൂഹം തള്ളി എന്നത് ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പൊ ഷുവറായത് നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിച്ചില്ല. ഞാൻ ഈ ഭരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വന്നിട്ടുള്ള ഒരാളല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാനില്ലേ, അത് ഞാനല്ല. എല്ലാ സർക്കാരുകളോടും കേരളത്തിലെ ജനങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജനം വെറുക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി സർക്കാർ മാറി. അത് BD സതീശൻ അയാൾ ഈ കേരളം കണ്ടതിലെ ഏറ്റവും നിലവാരം കുറഞ്ഞൊരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. സന്തോഷം.